വർത്തമാന കാലഘട്ടത്തിൽ AKG ഉയർത്തിപ്പിടിച്ച ആദർശത്തിന് ഏറെ പ്രസക്തിയുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. AKGയുടെ ചരമവാർഷിക ദിനത്തിൽ കണ്ണൂർ താലൂക്ക് ഓഫീസിനടുത്ത് AKG സ്ക്വയറിലെ AKG പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജാതീയതയും അയിത്തവും പലയിടത്തും ഇപ്പോഴും നിലനിൽക്കുകയാണെന്നും അതിനെതിരെ ശക്തമായ പോരാട്ടം ആവശ്യമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. 1977 5 ശ്വാസം വലിക്കുന്നതുവരെ ഇന്ത്യൻ പാർലമെന്റിൽ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ആരുടെ പ്രസംഗം കേൾക്കുന്നില്ലെങ്കിലും സഖാവ് AKGയുടെ പ്രസംഗം കേൾക്കാൻ ജവഹർലാൽ നെഹ്റു കൃത്യമായിട്ട് എത്തിച്ചേരുമായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, AKGയുടെ ഇംഗ്ലീഷിന്റെ ജാഗ്രതയല്ല നോക്കേണ്ടത്, ഇംഗ്ലീഷിലോ പ്രസംഗിക്കുക, അതിന്റെ ഭംഗിയല്ല നോക്കേണ്ടത്, അദ്ദേഹം പറയുന്ന ജനങ്ങളുടെ ജീവിതമാണ് മനസ്സിലാക്കേണ്ടത്. 1932 കേരളത്തിലെ ജീർണമായ ഫ്യൂഡൽ സമൂഹത്തിൻ്റെ സംസ്കാരത്തിനെതിരായി ജാതി വിവേചനത്തിന് തൊട്ടുകൂടായ്മക്ക്, അതുപോലെ തന്നെ എല്ലാ സൗന്ദര്യവും വെളുപ്പിലാണ് എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന സത്യഭാമയുടെ പേരിൽ ഞാൻ കലാമണ്ഡലം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ആ കലാമണ്ഡലത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സ്ഥാപനത്തെ അപമാനിക്കേണ്ട എന്നുള്ളതുകൊണ്ടാണ് സത്യഭാമ എന്ന് മാത്രം ഞാൻ പറഞ്ഞത്. അവര് വീണ്ടും പറയാണ്, ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ അതിനെപ്പറ്റി ഓരോന്നും പരാമർശിക്കുന്നില്ല. അവർക്ക് ഉറച്ചു നിൽക്കാനുള്ള അവകാശമുണ്ട്. ഫാസിസ്റ്റുകൾക്ക്, ഫ്യൂഡലിസ്റ്റുകൾക്ക് ഇതിനെല്ലാം ഈ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉറച്ചു നിൽക്കാനൊക്കെയുള്ള അവകാശമുണ്ട്. പക്ഷെ അതൊന്നും ഈ രാജ്യം അംഗീകരിക്കുന്നതല്ല എന്ന കാര്യം സത്യഭാമയും സത്യഭാമക്ക് പിന്തുണ നൽകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുന്നതല്ല. RD രാമകൃഷ്ണനെ പോലെ വളരെ പ്രശസ്തനായിട്ടൊരു കലാകാരൻ, അദ്ദേഹത്തിൻ്റെ നിറം കറുപ്പാണ് എന്നുള്ളതുകൊണ്ട് ആ കറുപ്പ് പ്രത്യേകിച്ച് ക്ലാസിക്കൽ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ഉപയോഗിക്കാൻ പറ്റില്ല, ആ കല ഉപയോഗിക്കാൻ പറ്റില്ല. നല്ല വെളുപ്പ് വേണം. ഈ വെളുപ്പ് എന്ന് പറയുന്നത് ലോകമുഖം വെളുപ്പിച്ചാണ് മനുഷ്യന്മാർ. CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ദിനാചരണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി TV രാജേഷ്, നേതാക്കളായ EP ജയരാജൻ, MV ജയരാജൻ, KK രാഗേഷ്, ഡോക്ടർ V ശിവദാസൻ MP തുടങ്ങിയവർ സംബന്ധിച്ചു. ക്യാമ്പിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് കണ്ണൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, ഇരിട്ടി, തളിപ്പറമ്പ്, പിലാത്തറ, കാഞ്ഞങ്ങാട് എന്നീ കേന്ദ്രങ്ങളിൽ ആദരണീയനായ സൈനികൻ മേജർ രവിയുടെ നേതൃത്വത്തിൽ പരിശീലനം ലഭിക്കും. മെഡിക്കൽ ഫിറ്റ്നസ്, കായികക്ഷമത, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ അടിസ്ഥാനമാക്കിയാണ് സെലക്ഷൻ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 6238 220 229.